എനിക്ക് തോന്നുന്നു പല പ്രസ് മീറ്റുകളിലടക്കം ദിവസങ്ങളോളം ഒരുമിച്ച് അഭിനയിച്ച ആളുകളുമായിട്ട് പോലും ഒരു കണക്ഷനും ഇല്ല എന്ന് പറയുന്ന ആക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ വരുന്നതില്. അതെ 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 അതെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മാവില്ല. നമ്മളിപ്പം ഞാൻ മോളോട് വർത്താനം പറഞ്ഞു, നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കണം, ഹൃദയം കൊണ്ട് കാണാൻ പറ്റും. അതെ. പഴയ കാലത്തുള്ള ആൾക്കാർ ഹൃദയം കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ആൾക്കാരോട് ഇടപെടുകയും ചെയ്യും. ആ ഒരു ശൂന്യത ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ പഠിപ്പിച്ചതായിരിക്കാം. പിന്നീട് യൂത്തായിട്ടുള്ള തലമുറകൾ വളർന്നു വന്നപ്പോൾ അവർ ചിലപ്പം പകർന്നു കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കാം. ആ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് തന്നെയാണ് ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ പല ആക്ടേഴ്സിന്റെയും ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതിൽ നിന്ന് മനസ്സിലായത്, പണ്ട് ക്യാരവൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അതെ ബാക്കിയെല്ലാം അതെ, ഞങ്ങൾ മരത്തിന്റെ ചുവട്ടിലും പിന്നെ ലുങ്കി മറച്ചു പിടിച്ചും ഒക്കെ ഡ്രസ്സ് മാറുകയും കിട്ടുന്ന സ്ഥലത്ത് സ്പേസിൽ ഇരുന്ന് തമാശകൾ പറയുകയും പരസ്പരം ആശയവിനിമയം വേണ്ടേ. അതെ. ഇന്ന് കുടുംബ ബന്ധങ്ങളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരമില്ല, മൊബൈൽ ഫോണാണ്. അതെ. അതായത് ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർ പരസ്പരം സംസാരിക്കണം, ആശയവിനിമയം നടക്കണം, എങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാന്ന് ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലല്ലോ. ഇതെല്ലാവരും ഈഗോയാണ്, ഈഗോയിസ്റ്റിക് ആണ് കൂടുതലും. എല്ലാവരും അവനവന് തന്നെ ഉണ്ടാക്കാം, എന്റെ മിടുക്കാണെന്ന് പറയണം, എന്റേത് നിന്റേത്. ആ വേർകൃത്യം വന്നതോടുകൂടി പലതും നഷ്ടമായി നമുക്ക്. നമ്മൾ സെൽഫിഷ് എന്ന് ആയപ്പോ സെൽഫിഷായി നമ്മളെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു സക്സസ് ഉണ്ടാവും. അത് കൂട്ടായ്മയാണ്.